പ്രിയ പ്രേക്ഷകരെ, ഇന്ന് സംഭവിച്ചതിലേക്ക് വിശദമായി ആദ്യം പോകുന്നത് MDയുടെ വിമർശന വാർത്തയിലേക്കാണ്. വേദിയിലിരുത്തി വിമർശനം. മുഖ്യമന്ത്രിയെ വേദിയിലിരിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കളെ വിമർശിച്ച് ജ്ഞാനപീഠം ജേതാവ് MD വാസുദേവൻ നായർ. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിക്ക് കാരണം അർഹതയുള്ള വ്യക്തികളുടെ അഭാവമാണ്. അധികാരമെന്നാൽ ജനങ്ങളെ സേവിക്കാനുള്ള അവസരമെന്ന സിദ്ധാന്തത്തെ കുഴികുത്തി മൂടി. ആൾക്കൂട്ടത്തെ ക്ഷോഭിപ്പിക്കാം, ആരാധകരാക്കാം, എന്നാൽ ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള സമൂഹമാക്കുകയാണ് പ്രധാനമെന്നും MD. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെ പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. എന്തുകൊണ്ട് എന്ന സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് എവിടെയും അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ്. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നു നമ്മൾ കുഴിവെട്ടി മൂടി. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. രാഹുൽ, പൊതുവിൽ രാഷ്ട്രീയത്തെ വിലയിരുത്തുകയായിരുന്നു MD വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ അങ്ങനെയാണ്. പേരെടുത്തൊന്നും വിമർശനമില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി ഇരിക്കുന്ന ഒരു വേദിയിൽ ആ വിമർശനങ്ങൾ അത് സംസ്ഥാന രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഭരണ നേതൃത്വത്തെ കൂടി ഉന്നം വെച്ചാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുകയല്ലേ? ഗോകുൽ, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പോലുള്ള ഒരു വേദിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രതികരണം അത് കേരളം തീരെ പ്രതീക്ഷിച്ചല്ല. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു മുഖ്യ അതിഥി കൂടിയായ MD വാസുദേവൻ നായരുടെ രാഷ്ട്രീയ വിമർശനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയും ഒപ്പം തന്നെ EMS സമൂഹത്തിന് നൽകിയ മാതൃകാ സമീപനങ്ങളും ഊന്നിക്കൊണ്ടായിരുന്നു ഈ വിമർശനം ഉന്നയിച്ചതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അധികാരികളുടെ ആരാധകരായ സമൂഹത്തെ അല്ല നമുക്ക് ആവശ്യം, സമൂഹത്തിന് വേണ്ടി നല്ലത് മാത്രം ചെയ്യുന്ന ആളുകളെയാണ് നമുക്ക് ആവശ്യമെന്നാണ് അദ്ദേഹം വിമർശനമായി ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കാൻ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ തയ്യാറാവുന്നില്ല. നേതൃപൂജകളെ തള്ളിയ EMSനെ മാതൃകയാക്കാൻ എല്ലാ രാഷ്ട്രീയക്കാരും തയ്യാറാകണമെന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. നമുക്കറിയാം, പിണറായി വിജയന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പാട്ട് അത് വലിയ രീതിയിൽ ചർച്ചയായതാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിമർശനം വന്നിട്ടുള്ളത്. പിണറായി വിജയന്റെ പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ കൂടി മുഖ്യമന്ത്രിയെ തന്നെയാണ് ഇത് ഉന്നം വെക്കുന്നത് എന്ന ഒരു രാഷ്ട്രീയ നിഗമനത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അതോടൊപ്പം അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യവുമായി ഇന്ന് മാറുകയാണ്. ജനങ്ങളെ സേവിക്കാനുള്ള അവസരം എന്ന സിദ്ധാന്തത്തെ പണ്ടെപ്പോഴോ കുഴിച്ചുമൂടി എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഏറ്റവും അവസാനം അദ്ദേഹം അധികാരത്തിലുള്ളവർ ഇതെല്ലാം തിരുത്തുമെന്ന പ്രതീക്ഷ തനിക്കുണ്ട്, അത് തിരുത്തുമെന്ന പ്രതീക്ഷയോടുകൂടി താൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. എന്നാണെങ്കിലും ഈ പ്രസംഗം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രി വേദി വിട്ടു എന്നതും എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. MDയെ പോലെ ഒരാൾ പൊതുവേദിയിലെത്തി ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ച് നമ്മൾ തീരെ കേട്ടിട്ടില്ല. മാത്രമല്ല, അടുത്ത കാലങ്ങളിൽ ഒന്നും തന്നെ പൊതുവേദിയിൽ അദ്ദേഹം സംസാരിക്കാനും തയ്യാറായിരുന്നില്ല. അതിനെല്ലാം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇന്ന് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന വേദിയിൽ എത്തുന്നത്. അതിനുശേഷമാണ് അതിന് തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്നത്. എന്താണെങ്കിലും വലിയ രീതിയിൽ ഈ സംഭവം ചർച്ചയായിട്ടുണ്ട്. ഗോകുൽ, രാഹുൽ, ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടോ പ്രൊഫൈലോ ഒന്നും ഇല്ലാത്ത ആളാണ് MD വാസുദേവൻ നായർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരുള്ള ചില പബ്ലിക് പേജുകളിലൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ചില കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. ഏതായാലും ചില കേന്ദ്രങ്ങളെ ഇത് കാര്യമായി, പ്രത്യേകിച്ച് ഇടത് പ്രൊഫൈലുകളൊക്കെ പ്രകോപിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലെ ഈ പ്രസംഗം. ഗോകുൽ, അത് സ്വാഭാവികമായ നടപടിയാണ്. കാരണം ഇടത് കേന്ദ്രങ്ങളെ ഉന്നം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സൈബർ സഹാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ പരാമർശിച്ചുകൊണ്ട് രംഗത്തെത്താറുള്ളതാണ്. ഇക്കാര്യത്തിൽ ഇനി MDയുടെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ, അതായത് ഇവ തിരുത്തിയോ അല്ലെങ്കിൽ കൂടുതൽ വിശദീകരണങ്ങൾ രംഗത്ത് വരുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കി കാണേണ്ടത്. സാധാരണ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഒരു പരിധി വിട്ടു പോകുമ്പോൾ അതിൽ വീണ്ടും വിശദീകരണമായി പല നേതാക്കളും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും സാമൂഹ്യ രംഗത്തുള്ള ആളുകളും തന്നെ രംഗത്തെത്താറുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ MD ഏതെങ്കിലും തരത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തുമോ എന്നത് നോക്കി കാണേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സൈബർ ആക്രമണം അത് സ്വാഭാവികമായ നടപടിയാണ്. അത് എന്താണെങ്കിലും തുടരുക തന്നെ ചെയ്യും. ഗൂഗിൾ,
ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കഴിഞ്ഞ കുറേ കാലമായി പൊതുവേദികൾ അത്ര സജീവമല്ലാതിരുന്ന MT വാസുദേവൻ നായർ ഇന്നെത്തിയപ്പോൾ അവിടെ ഉണ്ടായ പ്രതികരണം അപ്രതീക്ഷിതമായിരുന്നു. ഏതായാലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയാവുന്നുണ്ട്. പൊതുവെ കേരളത്തിലാകെ ഒരു ചർച്ചയിലേക്ക് അത് സമൂഹ മാധ്യമങ്ങളടക്കം വലിയ വാദപ്രതിവാദങ്ങളിലേക്ക് വഴിവെച്ചിരിക്കുകയാണ് MT വാസുദേവൻ നായരുടെ വിമർശനം. മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്. നിവർന്നു നിൽക്കാൻ കഴിയാത്ത പടുകിളവനാണ് പിണറായി. ഡിവൈഎഫ്ഐ ഗുണ്ടകളെ മുഖ്യമന്ത്രി അഴിച്ചുവിടുന്നു. പിണറായി വിജയൻ കേരളത്തിലെ നമ്പർ 1 ക്രിമിനലാണെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. മുമ്പ് മുഹമ്മദ് ഷിയാസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായതാണ്. അന്ന് മുഖ്യമന്ത്രി അതിന് മറുപടി നൽകുകയും ചെയ്ത് കണ്ടു. ഇപ്പോൾ വീണ്ടും അത്തരത്തിലൊരു പ്രതികരണം, രൂക്ഷമായ അധിക്ഷേപകരമായ പ്രതികരണമാണ് എറണാകുളം DCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സഭയ്ക്ക് പുതിയ ഇടയൻ. സിറോ മലബാർ സഭയ്ക്ക് പുതിയ ഇടയൻ. മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ചുമതലയേറ്റു. സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിലായിരുന്നു ചടങ്ങുകൾ. സിറോ മലബാർ സഭയ്ക്ക് പുതിയ ഇടയൻ. സഭയിലെ മെത്രാന്മാർക്കും വൈദികർക്കും അൽമായർക്കും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും മാത്രമായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിരുന്നത്. ലത്തീൻ സഭയുടെ സഭാ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുറക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഭയുടെ മുറിമുടക്കാൻ മാർ റാഫേൽ തട്ടിലിന് കഴിയുമെന്ന് കുർബാന സന്ദേശത്തിൽ മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. അതാണ് പരിശുദ്ധാരൂപിയുടെ പ്രവൃത്തി. ഈ കാലഘട്ടത്തിലെ സഭയ്ക്ക് വേണ്ടത് മുറിമുടക്കുന്ന ഒരു പിതാവിനെയാണ് എന്ന് പരിശുദ്ധാത്മാവ് തീരുമാനിച്ചപ്പോൾ റഫായേൽ എന്ന പേരുകാരനല്ലാതെ വേറൊരു പേരുകാരനെയും ഈ കാലഘട്ടത്തിൽ മേജർ ആർച്ച് ബിഷപ്പാക്കാൻ പറ്റുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ശേഷം നടന്ന അനുമോദന സമ്മേളനത്തിൽ വിവിധ സഭകളിൽ നിന്നുള്ള പ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തു നിന്നുള്ളവരും ആശംസകൾ അറിയിച്ചു. നാളെ മുതൽ മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സിനഡിൽ സഭയിലെ മറ്റു വിഷയങ്ങൾ ചർച്ചയാകും. എബിൻ ജോസ്, 24 കൊച്ചി. സിറോ മലബാർ സഭയുടെ 4ാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ. 44 വർഷം നീണ്ട വൈദിക ജീവിതത്തിൽ ഈ സ്ഥാനത്തെത്തുന്നത് ദൈവഹിതമാണെന്ന് മാർ റാഫേൽ തട്ടിൽ പറയുന്നു. 1956 ഏപ്രിൽ 21 തൃശൂരിൽ ജനിച്ച റാഫേൽ തട്ടിൽ തൃശൂർ പുത്തൻപള്ളി ഇടവകയിൽ അംഗമായിരുന്നു. ഔസേപ്പ് ത്രേസ്യ ദമ്പതിമാരുടെ 10ാമത്തെ മകൻ. 1971 ജൂലൈ 4 തോപ്പിലെ സെന്റ് മേരീസ് മൈനർ സെമിനാരിയിൽ ചേർന്നു. വടവാതൂർ സെന്റ് തോമസ് അപ്പോസ്തലിക് സെമിനാരിയിൽ വൈദിക പഠനം പൂർത്തിയാക്കി. 1980 ഡിസംബർ 21 മാർ ജോസഫ് കുണ്ടുകുളം റാഫേൽ തട്ടിലിനെ വൈദികനായി അഭിഷേകം ചെയ്തു. ആദ്യം അരണാട്ടുകര അസിസ്റ്റന്റ് വികാരിയായും പിന്നീട് മൈനർ സെമിനാരി ഫാദർ പ്രിഫെക്റ്റായും നിയമനം. ഉന്നത പഠനത്തിനായി റോമിലേക്ക്. റോമിൽ നിന്ന് മടങ്ങിയെത്തിയ റാഫേൽ തട്ടിൽ മതബോധന വിഭാഗത്തിന്റെ ഡയറക്ടറായി. 1998 മേരിമാത മേജർ സെമിനാരിയുടെ ആദ്യ റെക്ടറായി നിയമിതനായി. 2010 ജനുവരി 15 തൃശൂർ സീറോ മലബാർ കത്തോലിക്ക അതിരൂപതയുടെ സഹായമെത്രാനായും ബുറൂണിയിലെ ടൈറ്റുലർ ബിഷപ്പായും നിയമിതനായി. 2017 ഒക്ടോബർ 10 ഷംഷാബാദിലെ സീറോ മലബാർ കാത്തലിക് എപ്പാർക്കിയുടെ ആദ്യ ബിഷപ്പായി ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു. 2018 ജനുവരി 7 സ്ഥാനാരോഹണം. കുർബാന തർക്കം, സഭാഭൂമി ഇടപാട് തുടങ്ങി നിരവധി വെല്ലുവിളികൾ നിലനിൽക്കുമ്പോഴാണ് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. റിസർച്ച് ഡെസ്ക് 24. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നിഷേധിക്കാൻ അട്ടിമറി നടന്ന ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ RMOയെ സ്വാധീനിച്ച് രാഹുലിനെതിരെ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. എന്നാൽ പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളി CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. നേതൃത്വത്തിന്റെ ഭാഗമായവർക്ക് ആർജവം വേണമെന്നും പാർട്ടി സെക്രട്ടറി. BP നോക്കിയപ്പോൾ യഥാർത്ഥ BP 160 ആയപ്പോൾ അത് എഴുതാൻ വേണ്ടി ഡോക്ടർ പോയപ്പോൾ RMOയെ സ്വാധീനിച്ച് ജനറൽ ആശുപത്രിയിൽ RMO ഇവരെല്ലാവരും കൂട്ടുകയാണ്. എന്നിട്ട് രണ്ടാമത് കുറച്ചുകൂടി വെള്ളം കൊടുത്ത് കുറെ കൂടി കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും 150 BP. എന്നിട്ട് നോർമലായി എഴുതി RMO സ്വാധീനിച്ചിട്ട് എഴുതിയാണ്. നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ആർജവം വേണം.
കേസൊക്കെ ഉണ്ടാവും, അത് സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും, അല്ലാതെയും വരും, പല രീതിയിലും കേസ് വരും. ആ കേസിനെ അഭിമുഖീകരിക്കണ്ടേ? അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ എനിക്ക് ജയിലിൽ കയറാൻ പറ്റില്ല, എനിക്ക് അസുഖമാണ് എന്ന് ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് ആദ്യം തന്നെ അങ്ങനെ പുറപ്പെട്ടാൽ ആ പുറപ്പെടുന്നത് ശരിയല്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അതാ കാര്യം, ഞങ്ങളാരും പറഞ്ഞതല്ല. രാഹുലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചു. തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ ഷാഫി പറമ്പിൽ MLA ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. അതിനിടെ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വീണ്ടും കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഈ മാസം 17-ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കും. അല്ലമീൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അല്ലമീൻ, ഏതായാലും ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ പരിശോധനയുമായി ബന്ധപ്പെട്ട വാക്പോര് രൂക്ഷമാവുകയാണ്. അതിനിടയിൽ ഒരു വശത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും സജീവമായി തുടരുന്നു. ഈ മെഡിക്കൽ പരിശോധനയിലെ ആക്ഷേപം, അതിലെന്തെങ്കിലും ഒരു നിയമ നടപടിക്ക് യൂത്ത് കോൺഗ്രസോ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടോ? ഗൂഗിൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വാദപ്രതിവാദങ്ങളും രാഷ്ട്രീയ ആരോപണങ്ങളും അത് കൂടുതൽ മൂർജിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കപ്പുറം പ്രതികരണങ്ങൾക്കപ്പുറം നിയമ പോരാട്ടത്തിലേക്ക് കൂടി കാര്യങ്ങൾ വഴിനീങ്ങുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിക്കുന്നതിന് ചില അട്ടിമറി ശ്രമങ്ങൾ നടന്നു എന്നുള്ള ഒരു ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം കോടതി നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടത്തിയ വൈദ്യ പരിശോധന. ഈ റിപ്പോർട്ട് പോലീസ് ആശുപത്രി അധികൃതരെ RMO ഉൾപ്പെടെ സ്വാധീനിച്ച് വ്യാജമായി തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മെഡിക്കൽ റിപ്പോർട്ടല്ല വ്യാജം, മറിച്ച് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടാണ് വ്യാജം എന്നുള്ളൊരു ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിലടക്കം നിയമ നടപടി സ്വീകരിക്കും, അത് ആലോചിക്കുന്നുണ്ടും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മെഡിക്കൽ റിപ്പോർട്ട് വ്യാജമാണെന്ന് പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ ഇന്ന് വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് യൂത്ത് കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ വാദപ്രതിവാദങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ അത് നിയമത്തിന്റെ വഴിയെ കൂടി സഞ്ചരിക്കുമെന്നുള്ളതിന് കൃത്യമായ സൂചനകളാണ് ഇന്ന് പുറത്തു വന്നത്. എന്നാൽ ഈ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറിയും ഇന്ന് രംഗത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും ഇതിന്റെ പ്രതിഷേധങ്ങൾ തുടരും. ഇന്നിപ്പോൾ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തിരുന്നു. ബ്ലോക്ക് തലത്തിൽ പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ ഉടലെടുത്തു. അത് സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു. പ്രതിഷേധങ്ങളുടെ തുടർച്ച വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ ഷാഫി പറമ്പിൽ MLA ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരിക്കുകയാണ്. സാധാരണ പതിവുള്ളൊരു രീതിയല്ല. അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പല സംഘടനകളും പ്രതിഷേധ മാർച്ചുകൾ നടത്തുമ്പോൾ അത് MLA-മാരോ MP-മാരോ ഒക്കെയാണ് ഉദ്ഘാടനം ചെയ്ത് മടങ്ങിപ്പോകുന്നത്. അങ്ങനെ ഉദ്ഘാടകരെ പ്രതിയാക്കി കേസെടുക്കുന്നൊരു പതിവ് അത് തിരുവനന്തപുരത്ത് ഇതുവരെയും ഇല്ലാത്തതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കാണുന്നുണ്ട്. അതും പ്രതിപക്ഷം ആയുധമാക്കി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. എന്ന് മാത്രമല്ല, ഈ വിവാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വീണ്ടും കോടതിയെ സമീപിച്ചു. തന്റെ ആരോഗ്യാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യാപേക്ഷയിൽ വരുന്ന 17-ാം തീയതി വാദം കേൾക്കും. ഗൂഗിൾ ശരിയല്ല. പിന്നെ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റും ആരോഗ്യനിലയും സംബന്ധിച്ചുള്ള വാക്പോരിനും തർക്കത്തിനും ഇടയിൽ പ്രതിഷേധങ്ങൾ ഒരു വശത്ത് യൂത്ത് കോൺഗ്രസ് തുടരുകയാണ്. പോലീസ് കേസെടുക്കുകയും ചെയ്യുന്നു. അത് മുതിർന്ന നേതാക്കൾക്കുൾപ്പെടെ എതിരെ ആ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിലപാടിൽ ഭിന്നത. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത. ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ പ്രദേശ് മന്ത്രി വിക്രമാദിത്യ സിംഗ് പറഞ്ഞു. ഹൈക്കമാൻഡിനൊപ്പമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി. അയോധ്യ തീർത്ഥയാത്രാ പദ്ധതിക്ക് ഛത്തീസ്ഗഡ് സർക്കാർ അംഗീകാരം നൽകി. ചടങ്ങ് ബഹിഷ്കരിക്കുന്ന കോൺഗ്രസിനെ 2024 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് BJP വിമർശിച്ചു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉയരുകയാണ്. ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്ക് തീരുമാനത്തിൽ അതൃപ്തിയുണ്ട്. ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകനും മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗ് പറഞ്ഞു. രാമക്ഷേത്രത്തിനു വേണ്ടി പ്രവർത്തിച്ച വീരഭദ്ര സിംഗിന്റെ മകൻ എന്ന നിലയിൽ ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് തന്റെ ധർമ്മമാണെന്നാണ് വിക്രമാദിത്യ സിംഗിന്റെ നിലപാട്. धन्यवाद करना है राष्ट्रीय स्वयंसेवक संघ का, विश्व हिंदू परिषद का, कि उन्होंने मुझे और मेरे परिवार को ये सम्मान दिया है। और 22 तारीख को जिस दिन माननीय प्रधानमंत्री जी
अयोध्या में होंगे, उस दिन का निमंत्रण हमें दिया गया है। ശ്രീരാമനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം അനുവദിക്കാനാകില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. അതേസമയം ത്രേതായുഗത്തിലെ രാവണന്റെ മനോഭാവമാണ് കോൺഗ്രസിനെന്നും കോൺഗ്രസ് ഹിന്ദുത്വ വിരുദ്ധരെന്നും BJP ആരോപിച്ചു. ചടങ്ങിൽ മുതിർന്ന നേതാവ് LK അദ്വാനി പങ്കെടുക്കുമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ അറിയിച്ചു. രാംലാല ദർശൻ സ്കീം എന്ന പേരിൽ അയോധ്യ തീർത്ഥാടനത്തിനുള്ള പദ്ധതി ഛത്തീസ്ഗഡ് സർക്കാർ പ്രഖ്യാപിച്ചു. പ്രതിവർഷം 25,000 തീർത്ഥാടകർക്ക് അയോധ്യ സന്ദർശിക്കാൻ സൗകര്യമൊരുക്കുന്നതാണ് പദ്ധതി. 24 ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി നിതിൻ അബുജൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നിതിൻ, കോൺഗ്രസിൽ ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട് പല മനസ്സാണെന്നുള്ളത് നേരത്തെ വ്യക്തമായ കാര്യമാണ്. ഇത് 2024 തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കാൻ വേണ്ടി ഒരുക്കിയ BJPയുടെ കെണി എന്ന വിമർശനവും ആ മുന്നറിയിപ്പ് ലീഗ് ഉൾപ്പെടെ നേരത്തെ നൽകിയതുമാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു സാധ്യത, വിശ്വാസം അതൊരു വ്യക്തിപരമായ വിഷയമാണ്, വിശ്വാസവും ആരാധനയും എന്ന ആ വാർത്താക്കുറിപ്പിൽ തന്നെ ഉണ്ട് AICCയുടെ. പക്ഷേ ആ സാധ്യതകളൊന്നും നിലനിൽക്കാതെ നേതൃത്വത്തിനെതിരെ തന്നെ പല പ്രാദേശിക നേതാക്കളും ആഞ്ഞടിക്കുന്നത് കോൺഗ്രസിനെ കൂടുതൽ വിഷമത്തിലാക്കുന്നുണ്ടോ? ഗോകുൽ, അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം അത് പ്രധാനമായും അത് ഒരു RSSന്റെ BJPയുടെ പരിപാടി എന്ന നിലയിലാണ് കോൺഗ്രസ് നേതൃത്വം ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. ഈ തീരുമാനം കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചതിന് പിന്നാലെ തന്നെ അതൃപ്തി ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ പുകയുകയാണ്. പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ നിന്നുള്ള പല നേതാക്കളും ഈ അതൃപ്തി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ചിലർ പരസ്യ പ്രസ്താവന അടക്കം നൽകിക്കൊണ്ട് രംഗത്ത് വരികയാണ്. എന്തായാലും ഈ അയോധ്യയിലെ രാമക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് തന്നെ നേരത്തെ കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കളും പ്രതികരിച്ചിരുന്നു. പക്ഷേ ഈ ഒരു ഹൈക്കമാൻഡ് ഈ നിലപാടിന് ശേഷം അത്തരത്തിൽ പരസ്യ പ്രതികരണം അറിയിച്ചില്ലെങ്കിൽ പോലും ഹൈക്കമാൻഡ് അടക്കം പലരും ഇപ്പോൾ അതൃപ്തി അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകൻ വിക്രമാദിത്യ സിംഗ് ഇപ്പോൾ RSSന്റെ തന്നെ ക്ഷണിച്ചതിൽ നന്ദി അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളടക്കം കൂടുതൽ നേതാക്കൾ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണവുമായി രംഗത്ത് വരാൻ തന്നെയാണ് സാധ്യത. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ BJP തീരുമാനിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും അതുകൂടി കണക്കിലെടുത്തുള്ളൊരു രാഷ്ട്രീയ ആയുധമായി തന്നെ BJP ഇപ്പോൾ കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ നേതാക്കളുടെ പ്രതികരണമെല്ലാം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. മാത്രമല്ല കോൺഗ്രസ് ഇപ്പോൾ കൂടുതൽ നേരത്തെ ഗോകുൽ പറഞ്ഞ പോലെ തന്നെ വിഷമത്തിൽ പോയിരിക്കുന്ന ഒരു സാഹചര്യം. കാരണം കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ ഇത് ബോധ്യപ്പെടുത്താതെ ഇത്തരം ഒരു പ്രതികരണം നടത്തിയ സ്വാഭാവികമായിട്ടും അത് ഉത്തരേന്ത്യയിലടക്കം വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നൊരു വിലയിരുത്തൽ കോൺഗ്രസിന്റെ ചില ഉത്തരേന്ത്യൻ നേതാക്കളടക്കം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യ സഖ്യത്തിലടക്കം ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്താകും ഈ ഒരു ഏതായാലും കോൺഗ്രസ് നിലപാട് പ്രഖ്യാപിച്ചെങ്കിലും അവിടം കൊണ്ടൊന്നും തീരുന്നില്ല പ്രശ്നങ്ങൾ. പ്രാദേശിക നേതൃത്വം, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ നേതാക്കളെ, സംസ്ഥാന നേതാക്കളെ അത് ബോധ്യപ്പെടുത്തുവാൻ ഇപ്പോഴും AICC നേതൃത്വത്തിനായിട്ടില്ല എന്നതാണ് ഈ വരുന്ന പ്രതികരണങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അതേതായാലും BJP മുതലാക്കുകയും ചെയ്യുന്നുണ്ട്. ഒളിവിൽ ആരുടെ തണൽ? പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ അറസ്റ്റിലായ സവാദ് വർഷങ്ങളായി കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നെന്ന് കണ്ടെത്തൽ. 8 വർഷം മുമ്പാണ് സവാദിന്റെ വിവാഹം നടന്നത്. SDPI നേതാവിന്റെ മകളെയാണ് വിവാഹം ചെയ്തത്. വിവാഹശേഷവും കേരളത്തിൽ തന്നെ താമസിച്ചതായും കണ്ടെത്തൽ. ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റാണ് സവാദിനെതിരെ തെളിവായത്. ഷാജഹാൻ എന്ന് പേര് മാറ്റിയെങ്കിലും ജനന സർട്ടിഫിക്കറ്റിൽ പേര് സവാദ് എന്നായിരുന്നു. ശരീരത്തിലുണ്ടായ മുറിവിന്റെ പാടുകൾ സവാദാണ് പിടിയിലെന്ന് സ്ഥിരീകരിക്കാൻ കാരണമായി. അതേസമയം സവാദ് കൈവെട്ട് കേസ് പ്രതിയാണെന്ന് അറിയുന്നത് ഇന്നലെയെന്ന് സവാദിന്റെ ഭാര്യ പിതാവ് അബ്ദുറഹ്മാൻ 24നോട് പറഞ്ഞു. ഷാജഹാൻ എന്ന പേര് പറഞ്ഞാണ് വിവാഹം കഴിച്ചത്. സവാദ് ആണെന്ന കാര്യം മകൾക്ക് മുമ്പ് അറിയാമായിരുന്നുവെന്നും അബ്ദുറഹ്മാൻ 24നോട് പറഞ്ഞു. ഈ സവാദ് വിവാഹം ചെയ്യുമ്പം ഈ പേര് തന്നെയായിരുന്നോ? എങ്ങനെയായിരുന്നു വിവാഹം ചെയ്യുമ്പം? പേര് ഷാജഹാൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു താമസിച്ചത് അവിടെ വലപട്ടണം മണ്ണ. അവിടെ ഒരു 5 കൊല്ലം അവിടെ താമസിച്ചു. നിങ്ങൾ എവിടുന്ന പരിചയപ്പെട്ട്? എവിടുന്നാ? ഞാൻ ഉള്ളാല ദർഗത്തിന്. പിന്നീട് ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നോ? മഞ്ചേശ്വരത്തേക്ക് വരാറുണ്ടായിരുന്നോ? പിന്നെ ഇങ്ങനെ ഇടയിടെ പറഞ്ഞു. അവർ പ്രസവിക്കുമ്പോ അവർക്ക് വന്ന്. ഈ സവാദാണെന്നുള്ള കാര്യം ഇന്നലെയാണോ നിങ്ങൾ അറിയുന്നത്? ഇന്നലെ അറിയാവോ? അവക്ക് മോൾക്ക് മുമ്പ് അതിന്റെ കുഞ്ഞുങ്ങളാകുമ്പോ അറിഞ്ഞെന്ന് ഇപ്പൊ പറയുന്നു. സജോ ദേവസ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. സജോ, ഈ സവാദിന്റെ ഭാര്യ വീട്ടുകാരുടെ പ്രതികരണത്തെ ഈ അന്വേഷണ ഏജൻസികളൊക്കെ എങ്ങനെയാണ് മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? ഒപ്പം ഇയാൾക്ക് ഒളിവിടങ്ങൾ ഒരുക്കിയവരെ സംബന്ധിച്ചുള്ള അന്വേഷണം ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്? ഗോകുൽ, SDPI പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ നിന്ന് സവാദിന് ഒളിയിടം ഒരുക്കി നൽകാനുള്ള വ്യാപകമായ പിന്തുണയും സഹായവും ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് NIAയുടെ കണ്ടെത്തൽ.
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 7 വർഷത്തിലധികമായി സവാദ് കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ തന്നെയാണ് ഒളിവിൽ കഴിഞ്ഞത് എന്ന് NIA ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ വളപട്ടണം മന്ന എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് 5 വർഷത്തോളം സവാദ് താമസിച്ചിരുന്നു. അതിനുശേഷം ഇരിട്ടിക്കടുത്ത വിളക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചു. പിന്നീട് ഏറ്റവും ഒടുവിൽ NIA അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ മട്ടന്നൂരിലെ ബേരം എന്ന് പറയുന്ന സ്ഥലത്താണ് വാടക വീട്ടിൽ താമസിച്ചത്. ഇദ്ദേഹം ഭാര്യയുടെ, അതായത് വിവാഹശേഷമാണ് കണ്ണൂരിലേക്ക് എത്തിയത്. അതിനു മുൻപ് മംഗലാപുരത്താണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. പിന്നീട് കാസർഗോഡേക്ക് എത്തി. കാസർഗോഡ് വെച്ച് വിവാഹം നടക്കുന്നു. വിവാഹത്തിന് ഏതാനും നാളുകൾ പിന്നിട്ടതിന് ശേഷം കണ്ണൂർ വളപട്ടണത്തേക്ക് എത്തി. അവിടെ വാടക വീടെടുത്ത് താമസിക്കുകയാണ് ചെയ്തത്. ഈ ഘട്ടത്തിലൊക്കെ മരപ്പണി എന്ന തൊഴിലാണ് ചെയ്തിരുന്നത്. അവയെല്ലാം ഒരുക്കി നൽകുന്നതിന് പ്രാദേശിക സഹായങ്ങൾ ഇദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ട് എന്നതാണ് കണ്ടെത്തൽ. ഈ സമയങ്ങളിൽ അദ്ദേഹം ഭാര്യയുടെ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചും കാസർഗോഡെ അഡ്രസ് ഉപയോഗിച്ചുമാണ് വാടക വീടുകൾ തരപ്പെടുത്തിയത്. അതിനും സഹായങ്ങൾ ലഭ്യമായി. എല്ലാ ഘട്ടത്തിലും പേര് മാറ്റി ഈ ഐഡന്റിറ്റി വിദഗ്ധമായി മറച്ചു വെച്ചുകൊണ്ട് ഏതായാലും സവാദിന് അവിടെ കാര്യമായ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇത്രയും കാലം കേരളത്തിൽ തന്നെ അയാൾക്ക് കഴിയാൻ സാധിച്ചത് എന്നതും അന്വേഷണ ഏജൻസികൾ ആ നിഗമനത്തിലേക്ക് തന്നെ എത്തുന്നു. ഇനി ആരാണ് ആ സഹായങ്ങൾ ഒരുക്കി നൽകിയത്, ഒളിവിന് മറയൊരുക്കിയത് എന്നതാണ് അറിയേണ്ടത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാവുകയാണ്.